നമ്മുടെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ ഇതുപോലെ RJ11 കേബിൾ ഉപയോഗിച്ച്, അതായത് ടെലഫോൺ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ടെലഫോൺ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായി നമുക്കത് ക്രിമ്പ് ചെയ്യണം. ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ കേബിള് സ്ലീവ് കളഞ്ഞ് രണ്ട് പെയറാണ് അതിനകത്തുണ്ടാവുന്നത്, അതായത് 2 പെയറാണ്, 4 കേബിൾ അതിനകത്തുണ്ടാവും. അപ്പോൾ അതിങ്ങനെ എടുക്കുക. ഇതിന് ശേഷം നമുക്ക് 2 കേബിൾ മാത്രം, അതായത് ഒരു പെയർ വയർ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇതിനകത്ത് 2 പെയർ ഉണ്ടാവും, അതായത് 4 കേബിൾസ് ഉണ്ടാവും. നമുക്ക് 2 കേബിൾസ് മാത്രമാണ് നോർമലി ഒരു കണക്ടിവിറ്റി, അതായത് ഒരു ടെലിഫോൺ കണക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ. ആ 2 കേബിളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 2 കേബിൾ നമ്മളത് കട്ട് ചെയ്യും. ഈ 2 കേബിളായിരിക്കണം നമ്മൾ അത് കണക്ട് ചെയ്യാനായിട്ട്, നമ്മൾ ജാക്ക് അടിച്ചിട്ട് കണക്ട് ചെയ്യുന്നത് ഈ 2 കേബിളായിരിക്കണം. അപ്പോൾ അത് നമ്മൾ ആ കറക്റ്റ് അളവിൽ നമ്മളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതാണ് RJ11 ജാക്ക്, അതായത് ടെലിഫോണിന് ഉപയോഗിക്കുന്ന RJ45 ജാക്കാണെന്നുണ്ടെങ്കിൽ RJ11 ജാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ആ 2 വയർ നമ്മുടെ മിഡിൽ പോർഷനിലായിട്ട് കയറ്റുക, അതായത് 4 സ്ലോട്ട് ഉണ്ടാവും അതിനകത്ത്, മനസ്സിലാവും. അതിനകത്ത് നേരെ സെൻറ്ററിൽ വരുന്ന 2 സ്ലോട്ടിൽ തന്നെ ആ 2 വയറുകൾ ഘടിപ്പിക്കുക. എന്നിട്ട് വേണം ക്രിമ്പ് ചെയ്യാൻ. ശ്രദ്ധിക്കുക, നമ്മൾ ആ 2 വയർ ആ മിഡിലായിട്ട് വെച്ചിട്ടതിന് ശേഷം നമ്മുടെ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് അത് ക്രിമ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ആ 2 കളർ, ആ സെയിം കളർ തന്നെ വേണം നമ്മൾ അപ്പുറത്തെ എൻഡിലും ക്രിമ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ക്രിമ്പ് ചെയ്തപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ എൻഡും ക്രിമ്പ് ചെയ്യണം. അതായത് ഒരേ കളർ, ഇവിടെ ഏത് കളറാണോ ചെയ്തിരിക്കുന്നത് അതേപോലെ അതേ കളർ വെച്ചിട്ട് തന്നെ നമ്മൾ അപ്പുറത്തെ എൻഡിലും ക്രിമ്പ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആകുകയുള്ളൂ. അതിനുശേഷം ആ കേബിളിൻ്റെ ഒരറ്റം നമ്മൾ ആ മോഡത്തിലും കണക്ട് ചെയ്ത് അടുത്ത അറ്റം ടെലിഫോണിലും കണക്ട് ചെയ്ത് നമുക്ക് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം.